ഈരാറ്റുപേട്ടയിലെ പ്രത്യേകിച്ചും ഈ പ്രദേശത്തൊക്കെ വടക്കേക്കരയിലെ ഈ പ്രദേശത്തൂടെ കടന്നു പോകുന്ന നഗരസഭാ ടാറിംഗ് റോഡുകളെല്ലാം തകർന്നു കിടക്കുകയാണ്. കുറച്ച് മാസങ്ങളായി മഴ വന്നതുകൊണ്ട് അത് കൂടുതൽ ഗതാഗത യോഗ്യമല്ലാതായിരിക്കുകയാണ്. നമ്മുടെ നഗരസഭയുടെ ഭരണസമിതി ചാർജ് എടുത്ത അന്ന് മുതൽ കൃത്യമായി നമ്മൾ പറഞ്ഞു പോകുന്ന ഒരു കാര്യമുണ്ട്. ഈ 5 വർഷക്കാലം നഗരസഭയുടെ റോഡുകളുടെ പരിപാലനത്തിൽ മുഖ്യ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് പ്രിയപ്പെട്ട അബ്സാറും റീന ടീച്ചറും ഷാഹുലും ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട്. നമ്മളെല്ലാ കൗൺസിലും പറഞ്ഞു പോകുന്ന ഒരു കാര്യമാണ്. പക്ഷെ സാങ്കേതികപരമായ കുറച്ച് താമസം കേരളത്തിലെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലേതും പോലെ നമുക്ക് ഇവിടെയും ഫേസ് ചെയ്യേണ്ടി വന്നു. 2 തെരഞ്ഞെടുപ്പുകൾ വന്നതുകൊണ്ട് തന്നെ അതിന്റെ പെരുമാറ്റച്ചട്ടം നടന്നു ആയതുകൊണ്ട് പുതിയ നമ്മുടെ നഗരസഭാ ഭരണസമിതിയുടെ വാർഷിക പദ്ധതി അംഗീകാരം ലഭിക്കുന്നതിൽ വന്ന കാലതാമസമാണ്, അതിന്റെ ഫണ്ട് അലോട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാലതാമസമാണ് നമ്മുടെ റോഡുകളുടെ ടാറിംഗ് വൈകാൻ കാരണം. ഏതായാലും വളരെ കൃത്യമായി സംയോജിതമായി ഇടപെട്ടുകൊണ്ട് റോഡുകളുടെ ടാറിങ്ങിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് നമ്മൾ 1,04,00,000 രൂപ ഈരാറ്റുപേട്ട നഗരസഭയിലെ എല്ലാ റോഡുകളുടെയും ഒളിഞ്ഞു കിടക്കുന്ന ഭാഗം റീടാർ ചെയ്യുന്നതിന് വേണ്ടി ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്. ഈ ആഴ്ചയിൽ തന്നെ അതിന്റെ പ്രവർത്തനം നമ്മൾ ആരംഭിക്കും. ഈ വരുന്ന വെള്ളിയാഴ്ചക്കുള്ളിൽ തന്നെ റോഡുകളുടെ പ്രധാനമായിട്ടും നമ്മുടെ നടക്കൽ തോട്ടുമുക്ക് കോസ്വേ വളരെ ശോചനീയാവസ്ഥയിലാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ യാത്ര ചെയ്യുന്ന ഒരു റോഡ് കൂടിയാണ്. ആ റോഡിൽ തുടങ്ങി നമ്മുടെ കാരക്കാട് റോഡ് മുതൽ ഇങ്ങോട്ട് വന്ന് നടക്കൽക്കരയിലെയും തെക്കേക്കരയിലെയും വടക്കേക്കരയിലെയും എല്ലാ റോഡുകളും നഗരസഭയിലെ മുഴുവൻ ടാറിംഗ് റോഡുകളും നമ്മൾ സമയബന്ധിതമായി വലിയ വലിയ കാലവർഷം കടന്നു വന്നില്ല എങ്കിൽ ഈ മഴ മാറി മാറി നിൽക്കുന്ന സാഹചര്യമാണെങ്കിൽ ടാറിങ്ങിന് തടസ്സമല്ല. പക്ഷേ കാലവർഷം കനക്കുകയാണെങ്കിൽ മഴ കുറഞ്ഞിട്ട് അല്ലെങ്കിൽ നമുക്ക് വരുന്ന ദിവസം തന്നെ വരുന്ന വെള്ളിയാഴ്ചക്കുള്ളിൽ തന്നെ അതിന്റെ വർക്കുകൾ ആരംഭിക്കും. കാരക്കാട് റോഡിലും സഫാ റോഡിലും ഒക്കെ അനാവശ്യമായിട്ടുള്ള റോഡ് ഫോമിങ്ങിനുള്ള മെറ്റീരിയൽസ് ഇറക്കിക്കഴിഞ്ഞു. ഇവിടെ ഈ പ്രദേശത്തും റോഡുകളെല്ലാം മോശമായി കിടക്കുകയാണ്. ഞാൻ സാന്ദർഭികമായി ഇത്രയും ആളുകൾ കൂടി സദസ്സായതുകൊണ്ട് ഒരു നാട്ടുകാര്യം നഗരസഭയുടെ ഉത്തരവാദിത്വം എന്നതിൽ പറഞ്ഞതാണ്. അത് തീർച്ചയായിട്ടും ആ വർക്ക് ആരംഭിച്ച് നമുക്ക് ഓഗസ്റ്റ് 15-ന് മുമ്പായി റോഡുകൾ പൂർണ്ണമായി 2-3 ആഴ്ചക്കുള്ളിൽ ഗതാഗതയോഗ്യമാക്കി തീർക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. പിന്നെ നമുക്കറിയാം റോഡിലെ തെരുവ് വിളക്കുകളൊക്കെ ഇവിടെ കൃത്യമായി പരിപാലിക്കപ്പെടുന്നുണ്ട്. അതിനുവേണ്ടി കൃത്യമായി നമ്മൾ നഗരസഭയിൽ ഫണ്ട് നീക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മറ്റൊരുപാട് കാര്യങ്ങളുണ്ട്. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് അടക്കമുള്ള പൊതു പ്രോജക്റ്റുകൾ പ്രത്യേകിച്ചും ഈ ഒരു കാലഘട്ടം ഈരാറ്റുപേട്ടയ്ക്ക് പ്രത്യേകിച്ച് ഒരുപാട് പോരായ്മകളുള്ള വലിയ പ്രൊജക്റ്റുകളുടെ ഒരു പോരായ്മയുള്ള നാടാണ് ഈരാറ്റുപേട്ട. പല പദ്ധതികളും 40-50 വർഷം മുമ്പ് വാടകക്കെട്ടത്തിൽ പ്രവർത്തിക്കുന്ന സർക്കാർ ഓഫീസുകളാണ് ഈരാറ്റുപേട്ടയിൽ ഇപ്പോഴും ഉള്ളത്. മറ്റ് പല നഗരപ്രദേശങ്ങളിലേക്കും കടന്നു ചെല്ലുമ്പോൾ കാണാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു സ്ഥിതിവിശേഷമാണ്. കോട്ടയം ജില്ലയിൽ തന്നെ ട്രാഫിക് യൂണിറ്റ് ഇല്ലാത്ത ഏക നഗരസഭയാണ് ഈരാറ്റുപേട്ട. പക്ഷേ ട്രാഫിക് വയലേഷൻ ഏറ്റവും കൂടുതൽ നടക്കുന്നുണ്ട് എന്നുള്ള ഒരു പ്രചരണം വെളിയിൽ നടക്കുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ കാര്യങ്ങൾ SP അടക്കമുള്ള ഗവൺമെന്റിൽ ബോധ്യപ്പെടുത്തിയപ്പോൾ MLA-യുടെ ഒക്കെ ഇടപെടൽ കൊണ്ട് നമുക്ക് ആദ്യം 6 പോലീസുകാരെ കിട്ടി. ഈ ബഡ്ജറ്റിൽ ട്രാഫിക് യൂണിറ്റ് ബഡ്ജറ്റിൽ വകയിരുത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ട്രാഫിക് യൂണിറ്റ് വരുന്ന മാസങ്ങളിൽ ലഭ്യമാകും. തുടർന്ന് അങ്ങോട്ട് സിവിൽ സ്റ്റേഷൻ അടക്കം താലൂക്കിന്റെ പ്രവർത്തനങ്ങളടക്കം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് നഗരസഭയുടെ ഏറ്റവും വലിയ പ്രസ്റ്റീജ് വർക്കാണ്. അത് നമുക്ക് ഈ വർഷം ഡിസംബർ 30-ന് മുമ്പ് തന്നെ തറക്കല്ലിട്ട് പ്രവർത്തനം തുടങ്ങാൻ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത്. അതിന്റെ പ്ലാൻ ഗവൺമെന്റിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ടൗൺ പ്ലാനിങ്ങിന്റെയും RTA ബോർഡിന്റെയും ഒക്കെ അംഗീകാരം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിന് ലോൺ ആവശ്യമുണ്ട്. കേരള അർബൻ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷനിൽ അതിനുള്ള ലോണിനുള്ള ഫയൽ സബ്മിറ്റ് ചെയ്ത് സർക്കാരിന്റെ അംഗീകാരം വാങ്ങി വർക്ക് ടെൻഡറാക്കി അതും സമയബന്ധിതമായി നമുക്ക് ബസ് സ്റ്റാൻഡ് നമ്മുടെ പ്രസ്റ്റീജാണ്. അതും നമുക്ക് ഉടൻ തന്നെ ആരംഭിക്കണം. മറ്റു കാര്യങ്ങളിലേക്കും ഞാൻ കടക്കുന്നില്ല. പൊതുവായ വർക്കുകളും പൊതുവായ എല്ലാ കാര്യങ്ങളും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഓരോ പ്രദേശങ്ങളിലേക്കും എത്തിക്കുക എന്നുള്ളതാണ്. ഈ പ്രദേശങ്ങളിലൊക്കെ ജലാശയങ്ങളും തോടുകളും ഒക്കെ കഴിഞ്ഞ വേനൽക്കാലത്ത് കുറേ ശുചീകരണ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. ഡോക്ടർ ഇവിടെ പറഞ്ഞതുപോലെ വേസ്റ്റുകൾ വലിച്ചെറിയാതിരിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ വിഷയത്തിൽ എത്രയെല്ലാം പറഞ്ഞാലും എത്രയെല്ലാം പിഴ ഒടുക്കിയാലും കാര്യമില്ല. നമ്മളുടെ എല്ലാം ആ വിഷയത്തിലുള്ള മനോഭാവം മാറുക എന്നുള്ളതാണ്. ആ വിഷയത്തിലുള്ള നമ്മൾ ഓരോരുത്തരുടെയും എൻ്റെയും നിങ്ങളുടെയും ആറ്റിറ്റ്യൂഡിൽ മാറ്റമുണ്ടായാൽ മാത്രമേ നമ്മളുടെ മാലിന്യങ്ങൾ, നമ്മുടെ വീട്ടിലുണ്ടാകുന്ന മാലിന്യങ്ങൾ പൊതുസ്ഥലങ്ങളിലേക്കും ജലാശയങ്ങളിലേക്കും തോടുകളിലേക്കും വലിച്ചെറിയുന്ന മൂലമുണ്ടാകുന്ന രോഗം എന്ന് പറയുന്നത് മനുഷ്യനെ തളർത്തുന്ന ഒരു സ്ഥിതിയാണ്.